ഇപ്പോൾ KP ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, വലിയൊരു ഗൂഢാലോചനയാണ് ജനം TV ഇപ്പോൾ പൊളിച്ചിരിക്കുന്നത്. അവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട് ഒരു ഈഴവ യുവാവിന് അവിടെ കഴകം ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് കഴിഞ്ഞ 2-3 ദിവസമായി ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വളരെ കൃത്യമായി ബാലു ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്, തനിക്ക് അവിടെ ജാതി വിവേചനം നേരിട്ടിട്ടില്ല. ജാതി വിവേചനമുണ്ടെന്ന് തന്നോട് പറയുന്നത് CPM-ന്റെ ഭരണസമിതി അംഗം ആയ അഡ്വക്കേറ്റ് അജയ് കുമാറാണ്. ഇവിടെ വലിയ ഗൂഢാലോചനയല്ലേ വെളിവാക്കപ്പെടുന്നത്? കേവലം ഒരു ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചന എന്നതിനപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അജണ്ട അവർ വളരെ കൃത്യമായി നടപ്പിലാക്കിയതാണ്. കാരണം കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നു എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഒരു ഹിന്ദു ബോധം ഇവിടെ ഉണർന്നു വരുന്നുണ്ട്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കണം, കാരണം നിന്നില്ലെങ്കിൽ നമ്മുടെ ഭാവി ആപത്താണ് എന്ന തിരിച്ചറിവിൽ ശക്തമായ ഒരു ഹിന്ദു ഉണർവ്, ഒരു ഹിന്ദു ഐക്യം ഉണ്ടായി വരുന്നുണ്ട്. അതിനെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയാണ്. അതിനവർ കിട്ടുന്ന ഓരോ അവസരം കിട്ടിയത് ഉപയോഗിച്ചതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ തിരക്കഥ എഴുതി അവർ തന്നെ സ്റ്റേജിൽ കയറ്റിയ ഒരു നാടകമാണ് എന്നത് പറയാം. കാരണം ഇത് അവിടെ കൃത്യമായിട്ട് എന്താണോ ഏറ്റവും നന്നായി ഇത് പറയാൻ സാധിക്കുക ഈ വ്യക്തിക്കാണ്. അവിടെ കഴകം പോസ്റ്റിൽ നിയമിക്കപ്പെട്ട വ്യക്തിക്കാണ് എന്താണ് അവിടെ നടന്നത് എന്ന് സംഭവിക്കാതായി. അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ ഇപ്പൊ ജനം TV പുറത്തുവിട്ട ഈ വാർത്ത പറയുന്നത് അദ്ദേഹത്തിന് അവിടെ ഒരു വിധത്തിലുള്ള ജാതി അവഹേളനം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം അല്ലാതെ എങ്ങനെ ഇത്തരം വാർത്തകൾ പുറത്തു വന്നു? അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു ദേവസ്വം മെമ്പറാണ് എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായ ഒരു ആസൂത്രണം ഇതിന്റെ പുറത്തുണ്ട്. ഇത് കൃത്യമായി അന്വേഷിക്കണം, ഇതിന്റെ പ്രതികൾ ശിക്ഷിക്കപ്പെടണം. കാരണം ഇങ്ങനെയുള്ളൊരു ഹിന്ദു സമൂഹത്തിലെ ജാതി കാർഡ് ഇറക്കിയാൽ പെട്ടെന്ന് അതിന്റെ പേരിൽ വാർത്തകളാക്കാനും അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാനുമുള്ളൊരു പരിശ്രമം നടത്താൻ കഴിയും എന്നതുകൊണ്ടാണ് ഇങ്ങനൊരു നാടകം അവര് അരങ്ങേറിയത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വാർത്ത വന്നത്? എവിടെയാണ്, ഏത് മാധ്യമ പ്രവർത്തകർക്കാണ് ഇത് കിട്ടിയത്? അല്ലെങ്കിൽ അവർക്ക് അത് അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഇതിൽ അവിടെ ഒരു ജാതി അവഹേളനം നടന്നു എന്നുള്ളത് എവിടെ നിന്നാണ് സോഴ്സ് കിട്ടിയത്? കൃത്യമായി ഉത്തരം പറയാൻ സാധിക്കുക അവിടെ 2 വിഭാഗങ്ങൾക്കായിരുന്നു. ഒന്ന് ഈ ബാലു എന്ന അവിടുത്തെ ജോലിക്ക് നിയമിതനായ വ്യക്തി, മറ്റൊന്ന് അവിടുത്തെ തന്ത്രികൾ അല്ലെങ്കിൽ അവിടെ ക്ഷേത്രത്തിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും. ആരുമായും ബന്ധപ്പെടാതെ എങ്ങനെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിച്ചത്? അപ്പൊ ഇത് വളരെ വളരെ കൃത്യമായി ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന ഏക ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തതാണ്. ശബരിമലയിൽ ചെയ്തതുപോലെ തന്നെ ഹൈന്ദവ സമൂഹത്തെ വേട്ടയാടാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹം റോട്ടിൽ കിടന്നടിച്ച് ശൃഗാല തന്ത്രം, തമ്മിൽ തല്ലിച്ച് നടുക്ക് നിന്ന് ചോര കുടിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശൃഗാല തന്ത്രമാണ് ഇവിടെ നടന്നത്. ഇതിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നിച്ചു നിൽക്കും എന്ന് മാത്രമല്ല, ഇത് ഇനി ഒരിക്കൽ ഇങ്ങനൊരു നാടകം കളിക്കാൻ ധൈര്യം വരാത്ത വിധത്തിൽ കൃത്യമായ അന്വേഷണം വരണം. എവിടെ നിന്നാണ് ഈ വാർത്ത വന്നത്, അവരങ്ങനെ ഒരു വാർത്ത കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താ, തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൃത്യമായ അന്വേഷണം വേണം. ഇത് കാരണം CPM-ന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ നിയമനം നടത്തിയ ഒരു വ്യക്തി അവർ തിരിച്ച് മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ചതി നമ്മളൊക്കെ അപ്പോഴേ മണത്തിട്ടുണ്ട്. കാരണം അതല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ കഴകത്തിന് വെച്ചത് അത് ശരിയായ ഒരു തീരുമാനമായിരുന്നെങ്കിൽ അതുമായി ഒരു മുന്നോട്ട് പോവുമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതിൽ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആ നിലയിൽ തന്നെയാണ് എല്ലാവരുടെയും ചർച്ചകളൊക്കെ പോയത്. അപ്പൊ ആ ചതിയാണ് ജനം TV വളരെ കൃത്യമായി പൊളിച്ചിരിക്കുന്നത്. നമ്മള് വളരെ വിജിലന്റ് ആയിരിക്കണം എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കുന്നത്. ഹിന്ദു സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ കിട്ടുന്ന, ഹിന്ദു സമൂഹത്തെ തളർത്താൻ കിട്ടുന്ന ഒരവസരവും ഒരു വെറുതെ കളയില്ല എന്ന് മാത്രമല്ല, അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ കൃത്യമായി ഇതിലൊരു അന്വേഷണം നടക്കണം. ഒരു അന്ന് കനകദുർഗയെയും അല്ലെങ്കിൽ ബിന്ദുവിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിച്ചതുപോലെ ഈ പാവം ബാലുവിനെ മുന്നിൽ നിർത്തി കളിച്ചൊരു കളിയാണിത്. ആ ദേവസ്വം ബോർഡിന് ശരിക്കും പറഞ്ഞാൽ ആരൊക്കെയാണ് ഇതിൽ തീരുമാനപ്പെടുന്നത്? അവർ ജാതി അവഹേളനം എന്ന് തുറന്നു പറഞ്ഞ മെമ്പർക്കോ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിനോ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നാണ് പറയാനുള്ളത്. വളരെയധികം നന്ദി ശ്രീമതി KP ശശികല ടീച്ചർ ഈ ഘട്ടത്തിൽ ജനം TVയോട് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി വിനീഷിലേക്ക് പോവുകയാണ്. വിനീഷ്, ഇത് വളരെ കൃത്യമായ ഒരു തിരക്കഥ ഈ കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് വളരെ കൃത്യമാണ്. അതായത് ബാലുവിനോട് ഒരാഴ്ച അവധിയെടുക്കാൻ അഡ്വക്കേറ്റ് അജയ് കുമാർ നിർദ്ദേശിക്കുകയാണ്. ഈ ജോലിയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതി വാങ്ങുകയാണ് ബാലുവിൽ നിന്ന്. അങ്ങനെ ഓഫീസിൽ പ്യൂൺ തസ്തികയിൽ മാറ്റി നിയമനം നൽകുന്നു. നമുക്കറിയാം, വർഷങ്ങളായി കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി കൈയാളുന്നത് CPM ആണ്. CK ഗോപി എന്ന് പറയുന്ന പ്രാദേശിക നേതാവാണ് കൂടൽമാണിക്യ ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. കൃത്യമായി അവിടെ ഹൈന്ദവ വിഭാഗത്തെ ജാതീയമായി അവിടെ വേർതിരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം
കൈവരിക്കാനാണ് CPM വളരെ കൃത്യമായി അവിടെ ശ്രമിച്ചത്. കാരണം ബാലുവിന് പരാതിയില്ല, ഈ വാർത്ത പുറത്തുവിടുന്നത് ഭരണസമിതിക്കാരാണ്. വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം വേണ്ടേ? ജാതിക്കാർട്ടിലൂടെ ഹൈന്ദവ സമൂഹത്തെ വിഘടിപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു പ്രശ്നം ഉണ്ടായ ഘട്ടം മുതൽ അത്തരത്തിൽ ജാതി വിവാദം എന്ന തരത്തിലേക്ക് വാർത്തകൾ വന്ന സമയം മുതൽ നമ്മൾ ഈ വാർത്തയുമായി ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ആ സമയങ്ങളിൽ പല ഘട്ടങ്ങളിലും നമ്മൾ ബാലുവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിൽ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം. പിന്നീട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബാലുവുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ പോലും സാധിച്ചത്. ആ സാധിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ബാലുവിനോട് കൃത്യമായി തന്നെ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ജാതി വിവേചനം താങ്കൾക്ക് ആ ക്ഷേത്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ മറ്റു ജീവനക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ബാലുവിനോട് ആരെങ്കിലും നേരിട്ട് ആ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ടോ? അപ്പോൾ ബാലു പറയുന്നത് ഇത്തരത്തിലാണ്, അത്തരത്തിലുള്ള ഒരു എതിർപ്പോ ഒരു ജാതി വിവേചനമോ ഒരു തരത്തിലുള്ള പെരുമാറ്റമോ തനിക്ക് നേരിട്ട് ഫീൽ ചെയ്തിട്ടില്ല, നേരിട്ട് തനിക്ക് അനുഭവിച്ചിട്ടില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ബാലു വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ തനിക്കുള്ള അറിവ് എന്ന് പറയുന്നത് അവിടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗമായ അഡ്വക്കേറ്റ് അജയ് കുമാർ നൽകിയ ആ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ അറിവാണ്. വിനീഷ്, കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്നത് വൻ ഗൂഢാലോചനയാണ്, CPMന്റെ തിരക്കഥയാണ് നമ്മളുടെ ഈ വാർത്തയിലൂടെ പൊളിഞ്ഞു വീഴുന്നത്.